നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങോട്ട് പോയി എന്നാ നീ പറയുന്നത്? ഞാൻ കണ്ടില്ലല്ലോ. ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ കാണാതെ ഇറങ്ങണമെന്ന് ഞാൻ അയാളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം അച്ഛൻ കണ്ട അയാൾക്ക് തടസ്സം നിൽക്കും. ഞങ്ങളാരും കണ്ടില്ലേ? ഇവിടെ വിഷപ്പാമ്പുകളെ ഒരാളെ പോലും കാണരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. ആ പാവം പൊയ്ക്കോട്ടെ അച്ഛാ. അല്ലെങ്കിൽ എന്റെ കണ്ണ് തെറ്റുന്ന ഒരു നിമിഷം എല്ലാവരും കൂടി അയാളെ കൊല്ലും. അച്ഛന്റെ മോള് പറഞ്ഞു കേട്ടില്ലേ? ആരാ നന്ദിനി? എന്റെ ഭാര്യയാണെന്ന് 1000 തവണ പറഞ്ഞാലും അവരുടെ മനസ്സിലൊക്കെ ഒരു വേലക്കാരിയാ. അവര് ചവിട്ടി നടക്കുന്ന നിലം തുടച്ച് വൃത്തിയാക്കേണ്ടവള്, അസുഖം വന്ന പരിചരിക്കേണ്ടവള്, അവരിൽ ഒരാൾ ഛർദിച്ചാൽ അത് കോരേണ്ടവള്. എന്റെ ഭാര്യയുടെ യോഗ്യതയാ ഈ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പാ മേഡം, സന്തോഷമായില്ലേ നിങ്ങക്ക്? ഇനി അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ട് എന്നതിന്റെ പേരിൽ നിങ്ങൾ ഉറക്കം കളയണ്ട. നിങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതല്ല അവള്. നിങ്ങളുടെ വാശി ജയിച്ചതുമല്ല. സൂര്യ തീരുമാനിച്ചതാ അവളെ രക്ഷപ്പെടുത്താൻ. ഞാൻ തീരുമാനിച്ചതാ. സൂര്യ, നീ എന്ത് ഭ്രാന്തായി കാണിച്ചത്? ഇറക്കി വിടാനായിരുന്നെങ്കിൽ അത് എന്നേ ആവായിരുന്നല്ലോ. ഓരോ തവണ അവൾ ഇറങ്ങിയപ്പോഴും അവളോട് കാല് പിടിച്ച് ഞാൻ സംസാരിച്ചതല്ലേ? വീണ്ടും നിർത്തിയതല്ലേ ഇവിടെ? എന്നിട്ടും നീ ഇത് ചെയ്തു കളഞ്ഞോടാ. അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഉപദേശിച്ച് നന്നാക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് കരുതിയ മകനെ നന്നാക്കാൻ കിട്ടിയ ഒരേ ഒരു മാർഗം, അതാണ് അച്ഛന് നന്ദിനി. അച്ഛാ, ഞാൻ അയാളോട് പൊക്കോളം പറഞ്ഞത് അയാളെ വെറുത്തിട്ടൊന്നുമല്ല. ഞാൻ അത്രയ്ക്ക് അയാളെ സ്നേഹിക്കുന്നുണ്ടാവും. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു പോയാലും അതെങ്ങനെ നമ്മുടെ മനസ്സിനെ ബാധിക്കുമെന്ന് ജീവിതത്തിൽ നിന്ന് പഠിച്ചവന്. ഇനി ഒരു പരീക്ഷണം കൂടി വേണ്ട. സൂര്യയെ തോൽപ്പിക്കാൻ വേണ്ടി ഇനി ഒരാളെയും കൊല്ലരുത്. ഇവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അച്ഛാ. ഇവരൊക്കെ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് ഇവിടെ ഏതെങ്കിലും മുറിയിൽ അയാളെ കെട്ടിത്തൂങ്ങി ചത്താലും ഇവിടെ ഈ നിൽക്കുന്നവരുടെ മനസ്സ് ഒരു കുലുക്കൂലാതെ മുന്നോട്ട് പോകും. മനുഷ്യരല്ല അച്ഛാ, ഇവരൊക്കെ മൃഗങ്ങളാ, കാട്ടുമൃഗങ്ങള്. അതിനകത്ത് കിടന്ന് അയാൾ വിഷമിക്കരുത്. പോയി ജീവിക്കട്ടെ എവിടെയെങ്കിലും. ഇനി അച്ഛൻ തിരിച്ചു വിളിക്കാനൊന്നും പോകണ്ട. ഞാൻ തിരിച്ചു വിളിക്കാനും ശ്രമിക്കില്ല. ഇറ്റ്സ് ഓവർ. സൂര്യ, അച്ഛാ, സൂര്യയുടെ മനസ്സിന് ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്. എടാ, പത്മ, എന്താ പത്മ ഇത്? അവൻ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ അല്ലേ? അവളോട് ഈ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞത് അവന്. അതിൽ എനിക്കോ എന്റെ മക്കൾക്കോ ഒരു പങ്കുമില്ല. പോകുന്ന നേരത്ത് പോലും ഞങ്ങളെ കണ്ടുകൂടാന്ന് അവൻ അവളോട് വിലക്കി. അത്രയും സന്തോഷം. പിന്നെ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഏച്ചു കെട്ടിയാൽ അത് മുഴച്ചേയിരിക്കുള്ളൂ.
എന്നെങ്കിലും ഒരു ദിവസം അത് അടർന്നു വീഴുകയും ചെയ്യും. ആ, അതിപ്പോ സ്വയം അടർന്നു വീണു, അത്രേ ഉള്ളൂ. ഡാഡി ഇനിയിപ്പോ അവളെ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഒരു വലിയ ശാപം ഒഴിഞ്ഞു അങ്ങ് കരുതിയാ മതി.